ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ക്രിസ്പി ആയിട്ടുള്ളതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കട്ട്ലറ്റ് റെസിപ്പിയാണ്. അപ്പം നമുക്ക് കണ്ടു നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഉടച്ചെടുക്കണം. അടുത്ത നമുക്ക് കട്ട്ലറ്റിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഞാൻ 1 ടേബിൾ സ്പൂൺ പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2 മീഡിയം സൈസ്ഡ് സവാള ചെറുതായി മുറിച്ചെടുത്തത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റായി കിട്ടിയാൽ മതി. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വെളുത്തുള്ളിൻ്റെ ഇഞ്ചിൻ്റെയൊക്കെ ഒരു പച്ചച്ചുവ മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഇപ്പം സവാളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 450 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതിലേക്ക് ചിക്കനിലത്തെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിൻ്റെ ശേഷം നമുക്ക് വീണ്ടും ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്കിത് വീണ്ടും ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ചിക്കൻ ബ്രസ്റ്റ് ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ഈ ചിക്കൻ പീസൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടിയതിൻ്റെ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് ചൂടാറിയതിൻ്റെ ശേഷം ഞാൻ ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് കുത്തി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലും എളുപ്പം നിങ്ങൾക്ക് ചിക്കൻ ആദ്യം വേവിച്ചെടുത്തിട്ട് മിക്സിയിലൊന്ന് കറക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഈ ചിക്കൻ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിൻ്റെ ശേഷം നമുക്കിതൊന്ന് വേറെ ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ചെറിയ ചെറിയ ഉരുളകൾ എടുത്തിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്കിനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം. റൗണ്ട് ഷേപ്പിലാവണമെന്നൊന്നുമില്ല, ഓവൽ ഷേപ്പിൽ വേണമെങ്കിൽ ഇത് റെഡിയാക്കി എടുക്കാം. ഇനി ഇതെല്ലാം മുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു ബൗളിൽ 2 മുട്ടയും 1/4 കപ്പ് പാലും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വിസ്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കട്ട്ലറ്റ്സ് ഓരോന്നായിട്ട് ഇതിലേക്ക് മുക്കിയിട്ട് പിന്നെ നമുക്ക് ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തിട്ടെടുക്കാം. നന്നായിട്ട് കട്ട്ലറ്റിൻ്റെ എല്ലാ ഭാഗത്തും ബ്രെഡ് ക്രംസ് ആവുന്ന രീതിയിൽ വേണം ഇത് കോട്ട് ചെയ്തിട്ടെടുക്കാൻ. എന്നിട്ട് വീണ്ടും നമ്മൾ മുട്ടയുടെ മിക്സ്ചറിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ടെടുക്കാം. വീണ്ടും നമുക്ക് ബ്രെഡ് ക്രംസിൽ ഇത് റോൾ ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ നമ്മൾ 2 വട്ടം ഇതുപോലെ കോട്ട് ചെയ്തിട്ടെടുക്കുകയാണെങ്കിൽ കട്ട്ലറ്റിൻ്റെ കോട്ടിങ് ഫേം ആയിട്ട് തന്നെ ഇരിക്കുള്ളൂ. ഇങ്ങനെ ചെയ്തതാണെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പം ഈ കോട്ടിംഗ് ഒന്നും ഇളകി വരില്ല. ഇപ്പം ഞാനിതിവിടെ എല്ലാ കട്ട്ലറ്റ്സും മുട്ടയുടെ മിക്സ്ചറിലും ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്ക് ഫ്ലെയിം മീഡിയമിലേക്ക് വെച്ചിട്ട് വേണം ഇതെല്ലാം ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ. എന്നാലേ ഇതിൻ്റെ ഉൾഭാഗം ശരിക്കും വെന്ത് കിട്ടുള്ളൂ. ഇനി ഇതൊന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ കളറൊന്ന് ചേഞ്ചായി നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ ഇതാ നമ്മൾ കട്ട്ലറ്റ്സ് ഒക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കോട്ടിംഗ് ഒക്കെ കണ്ടില്ലേ, നല്ല ഫേം ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ളതും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കട്ട്ലറ്റ് റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.